കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറവിൽ കയ്യേറ്റം നടന്ന സ്ഥലം UDF ജില്ലാ നേതാക്കളുടെ സംഘം സന്ദർശിച്ചു. കയ്യേറ്റം വിലയിരുത്തിയ ശേഷം UDF ജില്ലാ ചെയർമാന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പരാതി നൽകി. CPIM നിയന്ത്രണത്തിലുള്ള പരിയാരം മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ സ്ഥാപനം അനുമതിയില്ലാതെ ബാങ്ക് ആരംഭിക്കാനായി കെട്ടിടം കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതായി നേരത്തെ പരാതി ഉയർന്നിരുന്നു. പാംഗോസ് എന്ന സഹകരണ സ്ഥാപനത്തിന് ക്യാന്റീൻ നടത്താൻ മുൻ ഭരണസമിതി അംഗീകാരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിനകത്തെ പല സ്ഥലങ്ങളും കയ്യേറി വിപുലീകരിച്ച് വിവിധ സ്ഥലങ്ങളിലായി കയ്യേറ്റം നടത്തുകയാണ്. ദക്ഷിണേന്ത്യയിലെ മികച്ച ആശുപത്രികളിലൊന്നായ പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയതിനുശേഷം പാർട്ടി ഗുണ്ടകളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും മെഡിക്കൽ കോളേജിലെ എല്ലാ നിലകളിലും കച്ചവടം നടത്തുന്ന കേന്ദ്രമായി മാറി. അത്തരമൊരു സൊസൈറ്റിക്ക് വേണ്ടിയാണ് കെട്ടിടം പൊളിച്ച് അനധികൃത നിർമ്മാണം നടത്തുന്നത്. ഇവിടെ നടക്കുന്ന കൊള്ളക്കെതിരെ UDF ശക്തമായി രംഗത്തുവരുമെന്ന് UDF ജില്ലാ ചെയർമാൻ PT മാത്യു പറഞ്ഞു. ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാനും രൂപപ്പെടുത്താനും വേണ്ടി UDF തയ്യാറാക്കുന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ, വിപുലമായ സമരപ്രഖ്യാപന കൺവെൻഷൻ മെഡിക്കൽ കോളേജ് പരിസരത്ത് നടക്കും. അവിടെ വെച്ച് പരിയാരം മെഡിക്കൽ കോളേജ് സംരക്ഷണ സമിതി പ്രഖ്യാപിക്കും. ആ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിനെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ നിരന്തരവും അനുസ്യൂതമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. മെഡിക്കൽ കോളേജിനകത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്. പേ പാർക്കിംഗ് സംവിധാനത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന ഭീമമായ തുക എവിടേക്കാണ് പോകുന്നതെന്ന് വ്യക്തമല്ല. ആശുപത്രി വികസന സമിതി CPIM വൽകൃതമായ ഒന്നാണ്. മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. വരും ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജ് പരിസരത്ത് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി മെഡിക്കൽ കോളേജിനെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ നിരന്തര പ്രവർത്തനങ്ങൾ സജീവമാക്കാനാണ് UDF തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.